ഇവിടെ കിടന്ന് പരാക്രമം കാണിച്ചത് ഇത് ഇവിടെ വന്നിങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്, പ്രഷ്യസ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇത്രയും നാളത്തെ എൻ്റെ ജേണിയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ 5 വർഷമായിട്ട് എൻ്റെ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ എന്താണ്, എൻ്റെ ഫാമിലി എന്താണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ കൂടി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് സംഭവം എന്നുള്ളത്. അതെ, ഞാൻ എൻ്റെ ലവ് ഓഫ് മൈ ലൈഫ് നിങ്ങളായിട്ട് റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഈ ഒരാള്, പേര് പറയണോ ഞാൻ? വേണ്ട, ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മളിന്ന് ആളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു 9 വർഷത്തെ അഫെയർ ആണ്. എന്നാൽ കൂടി ഈ ഒരു ജസ്റ്റർ എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു. പിന്നെ എന്താ പറയുക, ആളെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. നിങ്ങൾ എക്സൈറ്റഡ് ആയിരിക്കും, ആരാണ്, ചില ഡൗട്ടൊക്കെ ഉണ്ടാവും, അയാളാണോ ഇയാളാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പറയാം, വിശേഷങ്ങളൊക്കെ പറയാം ആളെപ്പറ്റി. ഈ ആളെ ഞാൻ 9 വർഷം മുന്നേ എൻ്റെ കോളേജിൽ വെച്ചാണ് കാണുന്നത്. എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷിലും ആൾ എക്കണോമിക്സിലും പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഞങ്ങളൊരു വരാന്തയിൽ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ആളെ കാണുന്നത്. ആളതിന് മുന്നേ എന്നെ കണ്ടിട്ടുണ്ട്. ഇത്രയും ഈ ഒരു 5 വർഷത്തെ എൻ്റെ യൂട്യൂബ് ജേണി ആയിക്കോട്ടെ, എൻ്റെ ലൈഫിലെ ജേണി ആയിക്കോട്ടെ, എല്ലാത്തിലും ഈ ഒരാൾ വഹിച്ച പങ്കെന്ന് പറയണത് ഭയങ്കര വലുതാണ്. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഫാഷൻ ഇൻഫ്ലുവൻസറായിട്ട്, ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഗൈസ്, സത്യം പറയാൻ അല്ലാണ്ട് ഇമോഷണൽ ആവേണ്ട എനിക്ക്. കാരണം ആളുടെ ഒരു വലിയ സപ്പോർട്ടില്ലേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ വന്നാലും ആള് ചാരു നീ അതന്നെ ചാരു എന്നാ വിളിക്കണം, ചാരു നീ അത് ചെയ്, ചാരു നീ ഇങ്ങനെ ചെയ്ത് അടിപൊളിയായിരിക്കും. എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ഡൗൺ സൈഡ് വരാൻ നേരത്ത് ആള് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതി എന്ന് പറയണത് ഒരു വേറെ തരത്തിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രോബ്ലം അറിഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക, നിനക്ക് പറ്റും, നിന്നെക്കൊണ്ട് പറ്റും, നീ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്തതാണ്, നീ ആ ഒരു രീതിയിൽ വളർന്നു വന്ന ഒരാളാണ്, അതുകൊണ്ട് നിനക്ക് പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ ആൾക്കറിയാം എന്നെ എങ്ങനെയാണ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരണ്ടേന്നുള്ളത്. അതുപോലെയൊക്കെ ചില്ലയും സാരില്ല കൂടെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമുക്കൊരു സമാധാനം കേട്ടോ മനസ്സിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, കുറേ ഉണ്ട് ആളെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ എല്ലാം കൊണ്ടിട്ട് പെർഫെക്റ്റ് കപ്പിളാണ് അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. നമ്മൾ വഴക്കടിക്കാറുണ്ട്, തല്ലുപിടിക്കാറുണ്ട്. എപ്പോഴും ഒരു കപ്പിളിൻ്റെ ഇടയിൽ ഉണ്ടാവണം എന്താണോ അതൊക്കെ നമ്മളുടെ ഇടയിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. ആരും പെർഫെക്റ്റ് അല്ലല്ലേ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 2 പേരും ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്പേസ് എങ്ങനെ കൊടുക്കണം എന്നറിയാം. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രൊഫഷൻ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം എന്നറിയാം. പിന്നെ ആസ് എ പേഴ്സൺ ഞങ്ങൾ 2 പേരും ഏകദേശം ഒരുപോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് 2 പേർക്കും വാശിയുണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ദേഷ്യം വരും, ഞങ്ങൾക്ക് 2 പേർക്കും സ്നേഹിക്കാൻ അറിയാം. ഞങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലണം മാതിരി സ്നേഹിക്കും. അതുകൊണ്ട് ഞങ്ങൾ ക്യാരക്ടർ ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാഷും വരാറുണ്ട് കേട്ടോ ഇടയിൽ. പക്ഷേ എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ ജേണി ആയിരുന്നു ഈ ഒരു 9 ഇയേഴ്സ്. അടിപൊളിയായിരുന്നു. അറിഞ്ഞില്ല കേട്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് കല്യാണം കഴിക്കണം അല്ലേ. കാരണം നമ്മൾ അതുവരെ നമ്മൾ എങ്ങനെയാണോ ആ റിലേഷൻഷിപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കല്യാണം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം ഒന്നുമില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ലവിങ് ആണ് ഓരോ ഡേയ്സ് നമ്മൾ മെമ്മറീസ് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ തന്നെ ആൾ അടുത്തുണ്ട്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ഒന്നും പറ്റണേ ഒരാളല്ല കേട്ടോ. എനിക്കെപ്പോഴും ഞാൻ സ്നേഹിക്കുന്ന ആൾ അടുത്ത് വേണം, അങ്ങനെ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെപ്പോഴും ഉണ്ടാവാറുണ്ട്. ക്രിയേറ്റീവ് ഫീൽഡായിട്ട് നമുക്കറിയാമല്ലോ, ഇത്ര നാൾ വർക്ക് ഉണ്ടാകും, ഇത്ര നാൾ ഫ്രീ ആയിരിക്കും. നമുക്ക് വിചാരിക്കും നമുക്ക് വന്ന് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ എൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്നെ പറ്റിയും ആളെ പറ്റിയൊക്കെ കേട്ടില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ചുമ്മാ നമുക്കങ്ങനെ ആളുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ട്വിസ്റ്റ് വേണ്ടേ? അപ്പോൾ ഇത് റിവീലിംഗ് ടൈമാണ്. സോ എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ്, നെർവസ് ആണ്, ബട്ട് ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള മൊമെൻ്റ് ആണ്. സോ റിവീൽ ചെയ്യട്ടെ നിങ്ങളുടെ അടുത്തോട്ട്.
ഇറ്റ്സ് റിവീലിംഗ് ടൈം. നമ്മൾ ഇന്ന് ഇവിടെ യൂട്യൂബിൽ റിവീലിംഗ് ഷൂട്ട് എന്ന് പറഞ്ഞാണ് ഞാൻ അനന്തുവിനെ കൊണ്ട് വന്നത്. പക്ഷേ എനിക്കുണ്ടായിരുന്നു, കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് പ്രപ്പോസ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ സോ ഇന്ന് ആ ദിവസമാണ്, ആ ടൈമാണ്. നെർവസ്നെസ് ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. എന്താണ് എന്താ കാഴ്ചവണ്ടികളാണോ ഷൂട്ട് ചെയ്യണ്ടേ? നമുക്ക് വാ പോസ് ചെയ്യാം. സജൂബിക്കയുടെ ക്യാമറ നോക്കി പോസ് ചെയ്താൽ മതിയേ. അനന്തു ഇതുവരെ എൻ്റെ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ നെഗറ്റിവിറ്റി ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ നല്ല മൊമെൻറ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഇതുവരെ എല്ലാ കാര്യത്തിനും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കണ അനന്തുവാണ്. സോ will you be my better half? Will you marry me? Love you. റിങ് കൊടുത്തപ്പോഴാണെങ്കിലും അല്ലാണ്ടുമൊക്കെ നിങ്ങളൊരു 10,000 വട്ടം കേട്ടിട്ടുണ്ടാവും അനന്തു 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 എന്നുള്ള പേര്. വേറെ ആരുമല്ല അനന്തു, ഞാൻ തന്നെയാണ് അനന്തു. ഞാനാണ് അനന്തു. അതെ, ഈ അനന്തുവിൻ്റെ ശരിക്കും പേരെന്ത്? അനന്തകൃഷ്ണൻ, അതാണ് ശരിക്കും പേര്. അനന്തു, അപ്പൊ എന്താ അനന്തു അവരോട് പറ, എന്താ അനന്തു വർക്ക് ചെയ്യാണോ പറ. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് പ്രൊഫഷൻ അതാണ്. അതെ, സെക്കൻഡ് ഹീറോ ആണ് അതിൻ്റെ ഉള്ളില്. കഥാപാത്രത്തിന്റെ പേര് അർജുൻ, മേജർ അർജുൻ. എനിക്ക് CID മൂസയിലെ മറ്റേ അർജുനായിട്ട് പെട്ടെന്ന് ഓർമ്മ തന്നെ. അപ്പോൾ ഞങ്ങളിതേ രണ്ടുപേരും ഇവിടെ പ്രപ്പോസിങ് സീനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ടായി? അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആക്ച്വലി, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കുറച്ച് ഇമോഷണലായി പോയായിരുന്നു. കണ്ണ് നിറഞ്ഞു കേട്ടോ, ഞാൻ കണ്ടു ഇങ്ങനെ കണ്ണ് വൈഡായിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് അത് ശരിക്കും കിട്ടും. അതിൽ ഞങ്ങള് നമ്മുടെ വീഡിയോ എടുക്കുന്ന സജീബിക്കോട് രണ്ടാമത് ചോദിച്ചു ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ, സീൻ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് ഇമോഷൻ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ വൈഡ് ആയതുകൊണ്ടിട്ട് തന്നെ, പക്ഷെ എനിക്കറിയാമായിരുന്നു, ഞാൻ കണ്ടു തന്നെ കണ്ണ് നിറയാണ് ഇങ്ങനെ ഭയങ്കര മിസ്റ്റി ആയി കണ്ണ്. അങ്ങനെ ആ കിസ്സൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാട്ടോ പിന്നെ ഓർത്തത്, ഞാൻ നെർവസ്നെസ്സിൽ അതൊക്കെ മറന്നുപോയി. എൻ്റെ അമ്മ ഇങ്ങനെ ഏലസൊക്കെ ഇടിയിച്ച് അതുപോലെ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് നടത്തിച്ചിരുന്ന കുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ കോളേജിൽ വന്നു കഴിഞ്ഞിട്ടാണ് അനന്തുവിനെ മീറ്റ് ചെയ്യണം. അനന്തു എൻ്റെ ബോയ് ഫ്രണ്ട് ആയതിനു ശേഷമാണ് എനിക്ക് ഫാഷൻ എന്താണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത് അല്ലേ. അങ്ങനെ ഇങ്ങനെ ഫാഷനബിൾ ആയിട്ടൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവളെ ഞാൻ കാണുമ്പോഴും ഇവള് മറ്റുള്ളവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കിലാണ് ഇവളുടെ നടക്കും. എന്താ ശ്രദ്ധിച്ച എൻ്റെ ഏറ്റവും കൂടുതൽ നിന്റെ മൂക്കുത്തി പ്രണയിച്ചവൻ ഞാൻ കാണുമ്പോൾ അന്നൊക്കെ ഇപ്പം 2015 3/4 ഇട്ട് ഇപ്പം മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് മൂക്കുത്തിയെ കുത്തി ഒരു വെറൈറ്റി ലുക്കായിരുന്നു. പിന്നെ കറക്റ്റ് ഒരു ശോഭനയുടെ ഒരു ചെറിയൊരു ഫേസ് കട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഡാൻസ് കളിക്കണം അത്യാവശ്യം നല്ലതായിട്ട്. അപ്പം ഞാൻ ഭയങ്കര ശോഭന ഫാനാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് സ്ട്രൈക്കായി, കൊള്ളാം ഈ കുട്ടി കൊള്ളാലോ, അങ്ങനെയൊക്കെയാണ് നോക്കിയത്. അപ്പോൾ എന്നായിട്ട് അഫെയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മൾക്ക് എത്രത്തോളം ഇവളെ എല്ലാത്തിലും മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നുള്ള. മീൻസ് പെൺപിള്ളേർ അടുക്കളക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ട അവരല്ല, അവരുടെ കഴിവുകളൊക്കെ എല്ലാവരും അറിയണം. അങ്ങനെ അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കോട്ടെ. ഞാൻ ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമാണ്, നിന്റെ കാര്യമല്ല, നിന്റെ ലൈഫല്ല, നീ അല്ല തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ എനിക്ക് ആ ഒരു സ്പേസ് എപ്പോഴും തന്നിട്ടുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടിങ് പാഷനായിട്ട് കിടക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ ഞാൻ ഈ ആക്ടറായി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇപ്പോൾ ഇവള് വന്ന് പറഞ്ഞാൽ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം കേട്ടാവുന്ന എനിക്കറിയാം.
പ്രപ്പോസ് ചെയ്ത സീൻ പുള്ളിക്കാരത്തിക്ക് അത് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ എനിക്കും തോന്നി അവൾ ആഗ്രഹിക്കുന്നുണ്ടായാലും എനിക്കത് ചെയ്യാം. ഞാൻ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ റീൽസും ഇതൊക്കെ അയച്ചു കൊടുക്കും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ, പ്രപ്പോസ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അയച്ചു കൊടുക്കും. ടിൻഡിനല്ലേ കൂടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ടിൻഡി. അപ്പൊ അവനും കൂടെ ഞാൻ പറഞ്ഞോടാ ഇങ്ങനെ അവൾക്ക് പ്രപ്പോസ് ചെയ്യണം. അപ്പൊ ഞങ്ങള് എവിടെ ഭീമയിലോ എവിടെ പോയിട്ട് ഒരു സിൽവറിന്റെ ഒരു റിംഗ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോടാ നമുക്ക് വീഡിയോ കൊടുക്കണം, അവളെ പോയി സർപ്രൈസ് ആയിട്ട് പോയി പ്രപ്പോസ് ചെയ്യാം. ഇപ്പോൾ അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പ്രപ്പോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ ആരും അവരുടെ മുന്നിൽ വെച്ച് കാണുമ്പോൾ അവർക്കതൊരു സന്തോഷമല്ലേ, മീൻസ് എല്ലാവർക്കും അറിയാം എന്തായാലും. അങ്ങനെ ഞാൻ നേരെ അവളുടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ കാറിൽ ചെന്നപ്പോൾ അവൻ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഞാനിപ്പോൾ നടക്കുന്നു, വീഡിയോഗ്രാഫറിൻ്റെ പുറകേക്ക് വരുന്നു. ഞാൻ കയറി ചെന്ന് അമ്മയുടെ അമ്മ ചാരി അവിടെ അകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിന്ന് കൊട്ടി. ഇപ്പോൾ ഇവളെ തുറക്കുന്നില്ല. ഞാൻ പിന്നെയും കൊട്ടിയപ്പോൾ നോക്കിയപ്പോൾ പ്ലേറ്റൊക്കെ പിടിച്ചിട്ട് വരുത്തി. അയ്യോ അതൊരു വിറ്റ് സീനായിരുന്നു കേട്ടോ. അനന്ത് ഡോറും തുറന്ന് വന്നത് ഞാൻ ഫുഡും കഴിച്ച് എന്താ ഇപ്പൊ അപ്പൊ തന്നെ മുട്ടുകുത്തിയിട്ട് വില്യു മാരി ഞാൻ ഒരു 10 സെക്കൻഡ് ഓക്കെ ആ ശരി. എനിക്ക് ക്യാമറയും കണ്ടിട്ട് ഞാനാണെങ്കിൽ ഫുഡും കഴിച്ചോണ്ടിരിക്കണേ. അത് കഴിഞ്ഞ് ഞാൻ എസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചേട്ടാ. ഒരു പോയിന്റിലാണ് ചിന്തിക്കുന്നത്, ഇവളെപ്പോലത്തെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടില്ല. അത് ഞങ്ങൾ എത്ര വഴക്കടിച്ചാലും ലാസ്റ്റ് ഞങ്ങൾ പറയണ കാര്യം എന്താണെന്ന് അറിയോ, എനിക്ക് നീലാണ്ട് പറ്റില്ല. അല്ല ഞാൻ എന്റെ ഫ്രണ്ട്സിനോടാണെങ്കിൽ നമ്മൾ വഴക്കൊക്കെ ഇടുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവരടുത്ത് പറയണത് എന്തൊക്കെ വന്നാലും അവളെപ്പോലത്തെ വേണ്ടി എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവളെ വിട്ടുകളയാൻ പറ്റൂല. ഇപ്പം എന്തൊക്കെ ഇപ്പം എൻ്റെ കുഴപ്പങ്ങളാണെങ്കിലും ഇവളുടെ കുഴപ്പങ്ങളാണെങ്കിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യുക. ഇപ്പം എൻ്റെ കുറേ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കലും ഞാൻ പറയില്ല ഞങ്ങളെ ഏറ്റവും വലിയ നല്ല ബെസ്റ്റ് കപ്പിളാണ്. എല്ലാവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പോലെ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും. സെയിം ഡയലോഗ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുകയാണല്ലേ? ഇഷ്ടപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെടണം. അതെ, എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ പറ്റുമെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. തീർന്നിട്ടില്ല കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കാണാം നമ്മുടെ കുറേയേറെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഉള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി തരാം. അപ്പോൾ നമ്മൾ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണല്ലേ? എന്നെയും കൂടി. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലേ? നിങ്ങളുടെ പ്രേയേഴ്സിൽ ഞങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കണ്ടാലോ? എല്ലാവർക്കും അവരുടെ കാര്യങ്ങളായിരുന്നു. നമ്മുടെ കാര്യം കൂടി അവർക്ക് പറയുന്നത് അവർക്ക് അവർ പറയും, നമ്മുടെ പിള്ളേരാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പറയും. അപ്പോൾ ബൈ ബൈ ഗൈസ്. ഒരു ഉമ്മ കൊടുത്തേക്ക്.